എയർ ഇന്ത്യ വിമാനം AI-171 ക്രാഷ് അഹമ്മദാബാദ് ടു ഗാറ്റ്വിക്ക് വരെ ലണ്ടൻ വരെ പോയിരുന്നത് ഇത് ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു വാർത്ത തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഇത് മറക്കും, കാരണം പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോവും. പക്ഷേ ഈ ഒരു ക്രാഷിൽ അവരുടെ ബന്ധുമിത്രാദികളൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ ജീവിതാവസാനം വരെ വലിയൊരു വേദനയായിരിക്കും അവർക്ക്. പക്ഷേ ഞാൻ ഇന്നിതല്ല ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ഇതിൽ നിന്നും പ്രചോദനമായിട്ട് വലിയൊരു ഇൻസ്പയർ ചെയ്തിട്ട് തന്നെ ഒരു ടോപ്പിക്കാണ് ഇവിടെ എടുക്കുന്നത്. കാരണം വിമാനയാത്ര ശരിക്കും സേഫ് ആണോ? ഇറ്റ്സ് ഫ്ലൈയിങ് റിയലി സേഫ് എന്നുള്ള ഒരു ലാർജർ ക്വസ്റ്റനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്നും വാർത്തയിൽ വരും, ഇന്ന പ്ലെയിനിൽ AC ഇല്ല, വെള്ളം വീഴുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എമർജൻസീസ് ഉണ്ടാവുന്നു, തിരിച്ച് ബാക്ക് ടു എയർപോർട്ട് റൺവേയിലേക്ക് ലാൻഡ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഉത്തരാഖണ്ഡിൽ ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ രാജ്വീർ സിംഗ് ചൗഹാനും അദ്ദേഹത്തിൻ്റെ പത്നി ലെഫ്റ്റനൻറ്റ് കേണൽ ദീപിക ചൗഹാൻ്റെയൊക്കെ ഫോട്ടോസും ഇതൊക്കെ നമ്മൾ കേദാർനാഥിൻ്റെ ഹെലികോപ്റ്റർ ക്രാഷും കണ്ടതാണ്. സോ വിമാനയാത്ര എന്ന് പറയുമ്പോൾ ഇത്തരം പ്ലെയിൻ ക്രാഷുകൾ സാധാരണ ജനത്തിനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും കണക്കുകൾ പറയുന്നത് ഈവൻ അമേരിക്കയിൽ പോലും അധികമൊന്നുമല്ല, 2025 കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരെ അമേരിക്കയിൽ മാത്രം 153ഓളം പ്ലെയിൻ ക്രാഷുകൾ നടന്നു എന്നാണ് പറയുന്നത്. അത് കൊമേഴ്ഷ്യൽ, ഏവിയേഷൻ, മിലിറ്ററി ഒക്കെ ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കാം. പക്ഷേ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഡു യു തിങ്ക് ശരിക്കും വിമാനയാത്ര സേഫ് ആണോ? 2022 എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ 2 പൈലറ്റ്സ് ലാൻഡിങ് മറന്നുപോയി, റൺവേയുടെ അവിടെ എത്തിയിട്ട് ഉറങ്ങിപ്പോയി, അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം പാസഞ്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്താ ലാൻഡ് ചെയ്യാത്തെന്ന് ആലോചിച്ചതിന് ശേഷമാണ് പൈലറ്റ്സും അവർ രണ്ടാമത്തെ ട്രിപ്പ് ലാൻഡ് ചെയ്യുന്നത്. സോ പൈലറ്റ്സിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഇല്ലേ? പക്ഷികൾ, ബേർഡ് ഹിറ്റ് വലിയൊരു കാരണമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു ബേർഡ് വന്ന് ഒരു എയർക്രാഫ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരുപാട് സയൻറ്റിഫിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ ആൻഡ് യു ലിസ്ണിംഗ് ടു IAS ഫാക്ടർ. മേഡേ മേഡേ മേഡേ, ഒരു പൈലറ്റ് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം നമുക്ക് ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ സിനിമകളെങ്കിലും കണ്ടിട്ട് അറിയാം, നമ്മൾ പ്ലെയിൻ ക്രാഷോ അല്ലെങ്കിൽ പ്ലെയിൻ അൺകൺട്രോളബിളി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് പലപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ഡിസ്ട്രസ് കോളാണ് മേഡേ എന്ന് പറയുന്നത്. ഈവൻ ഞാൻ 3 പ്രാവശ്യം മേഡേ 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 എന്ന് പറഞ്ഞതിൽ പോലും അതിനകത്തൊരു പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു വാക്ക് പറയാതിരിക്കട്ടെ. ഇപ്പോൾ പ്ലെയിൻ ക്രാഷൊക്കെ വരുമ്പോഴാണ് നമ്മൾ പല ആൾക്കാരും ഇങ്ങനൊരു വാക്ക് മേഡേ എന്നൊക്കെ കേൾക്കുന്നത്. അതൊരു ഫ്രഞ്ച് വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഹെൽപ്പ് മീ എന്ന് പറയുന്നതാണ്. കാരണം 1923 ഫ്രെഡറിക് സ്റ്റാൻലി മോക്ഫോർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കോയിൻ ചെയ്തത്. കാരണം പണ്ട് കാലത്ത് ഷിപ്പുകൾക്ക് വേണ്ടിയുള്ള SOS മോർസ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, എമർജൻസി സിറ്റുവേഷൻ. പക്ഷേ ഫ്ലൈറ്റുകൾക്ക് കൂടുതലും വോയിസ് കൺട്രോൾസ് വേണമ്പോൾ ഈ SOS വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ 1920 കാലഘട്ടത്തിലൊക്കെ എപ്പോഴും ഇംഗ്ലീഷ് ചാനലൊക്കെ കടന്നു വേണം മിക്ക ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. സോ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫ്രഞ്ച് വാക്ക് തന്നെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വോയിസ് കമ്മ്യൂണിക്കേഷനിൽ കേൾക്കാൻ അവർ ATCയിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ഏറ്റവും സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കായിരുന്നു മേഡേ മേഡേ മേഡേ. അത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയണം, അപ്പോഴേ അത് ക്ലിയർ ആയിട്ട് നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസ്ട്രസ് സിഗ്നൽ. 1927 ഇൻ്റർനാഷണൽ റേഡിയോ ടെലിഗ്രാഫ് കൺവെൻഷൻ വാഷിങ്ടൺ DC വെച്ച് നടന്ന പരിപാടിയിൽ ഇതിനെ ഇൻ്റർനാഷണൽ ഡിസ്ട്രസ് സിഗ്നലായിട്ട് മാറ്റി. അങ്ങനെയാണ് മേഡേ 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 എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. അപ്പോൾ ഇതൊരു സംഭവം കൗതുകരമാണെങ്കിൽ പോലും ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. ശരിക്കും വിമാനയാത്ര സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു പാസഞ്ചർ മൈൽ എന്ന ഒരു മെട്രിക് ഉണ്ട്. നമ്മൾ ഈ കിലോമീറ്റർ മൈൽസ് എന്നൊക്കെ പറയുന്ന പോലെ എയർലൈനിൽ പറയുന്നൊരു വാക്കാണ് പാസഞ്ചർ 1 ബില്യൺ പാസഞ്ചർ മൈൽസ്. ഇപ്പോൾ ഒരു പാസഞ്ചർ മൈൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു പാസഞ്ചർ 1 മൈൽ യാത്ര ചെയ്തു എന്നാണ്. ഇപ്പോൾ 100 പാസഞ്ചേഴ്സ് 1000 മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 1,00,000 പാസഞ്ചർ മൈൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കണക്ക് കൂട്ടലിലാണ് ഏകദേശം 1 ബില്യൺ പാസഞ്ചർ മൈലിൽ ഒരു യാത്ര മനുഷ്യൻ നടത്തുമ്പോൾ, വിമാനത്തിൽ നടത്തുമ്പോൾ അതിൽ 0.07% മാത്രമാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ സേഫ് അല്ല എന്ന ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് 7.2 ആണ്.
സോ ദാറ്റ് ആലോചിച്ച് നോക്കുക എത്ര മടങ്ങാണ്. അപ്പോൾ റോട്ടിൽ ട്രാവൽ ചെയ്യുന്നത്, ഇനി ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് 4 മടങ്ങാണ്. സോ റോഡിൽ ട്രാവൽ ചെയ്യുന്ന അത്രയും പ്രശ്നവും റിസ്ക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ് കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ മനസ്സിലാക്കി തരുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എയർ ക്രാഷസിൻ്റെ എണ്ണം ഇത്രയും ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ചില ഡിഫിക്കൽട്ടീസ് വരുന്നത്. ഇന്ത്യൻ റോഡുകളിൽ ഓൾമോസ്റ്റ് 1,50,000 ആൾക്കാർ മരിച്ചു വീഴുന്നു. ഓരോ ദിവസവും 400 പേര് മരിച്ചു വീഴാണ് റോട്ടിൽ. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ റോഡിൽ ട്രാവൽ ചെയ്യുന്നത് 100 മടങ്ങ് ഡേഞ്ചറസ് ആണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രാഷ് വരുമ്പോൾ ചർച്ച ചെയ്യുന്നതാണ് ബോയിങ് കമ്പനി. ഇപ്പോൾ പലരും ഇപ്പോൾ ബോയിങ് ഡ്രീം ലൈനർ അല്ലെങ്കിൽ 737, 747 ഫ്ലൈറ്റ് ജംബോ ജെറ്റ്സ് ഒക്കെ ക്രാഷ് ചെയ്യുമ്പോൾ പറയുകയാണ് ബോയിങ് കമ്പനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവരുടെ ക്രാഷ് കൂടുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷേ ബോയിങ്ങിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബോയിങ്ങിൻ്റെ പല എംപ്ലോയീസും ഫോർമർ എംപ്ലോയീസും ബോയിങ്ങിൽ നടന്ന ഒരുപാട് കറപ്ഷനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്രാഷുകൾ ഓരോ കമ്പനി റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുന്നതും ബോയിങ്ങിൻ്റെയും എയർബസ് സീരീസിൻ്റെയാണ്. ഇപ്പോൾ പണ്ട് USSRൻ്റെ ടുപ്പുലേവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് വിമാനം ഉണ്ടായിരുന്നു. റഷ്യയുടെ അല്ല, പഴയ USSRൻ്റെ. അതിന് ഓൾമോസ്റ്റ് 5000 പേരെ ഓളം കൊന്ന ഒരു എയർക്രാഫ്റ്റാണത്. 110ഓളം ക്രാഷുകൾ നടത്തിയ അത് പിന്നെ ഇല്ലേ, ഇപ്പോൾ കംപ്ലീറ്റ്ലി ആ എയർക്രാഫ്റ്റ് റിട്ടയർ ചെയ്ത് കളഞ്ഞവർ. അതിനുശേഷം ബോയിങ് തന്നെയാണ് ഓൾമോസ്റ്റ് 250+ ക്രാഷസ് ഉണ്ട്. എയർബസ് സീരീസ് ഉണ്ട്, അതേപോലെ തന്നെ മക്ഡൊണാൾഡ് ഡഗ്ലസ് സീരീസ് ഉണ്ട്, ലോക്ക്ഹീഡിൻ്റെ ഇതുണ്ട്, കോൺകോർഡ്. പല ഫ്ലൈറ്റ്സിൻ്റെയും ക്രാഷ് ഹിസ്റ്ററി ഒരുപാടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ ഇമാജിൻ നമ്മുടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ടൗണിൽ ഏറ്റവും കൂടുതൽ മാരുതി കാറുകളാണ് ഉള്ളത്. 1% മറ്റേ ഫോറിൻ കാറുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനാപകടം പറയുമ്പോൾ എപ്പോഴും പറയും മാരുതി കാർ ഇടിച്ചു, മാരുതി കാർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുമ്പോൾ കാരണം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കാർ അതായതുകൊണ്ടാണ് ആക്സിഡൻറ്റ് വരുന്നത്. സോ അതുകൊണ്ടാണ് മാക്സിമം എക്സ്പോഷർ റേറ്റ് ഇവിടെ പറയുന്നത് ഈ വിമാനങ്ങൾക്കെല്ലാം. ഇപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ ബോയിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ മുന്നോട്ട് വരുന്നത്. അതിൽ കറപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ലോകത്തെ നടുക്കിയ പ്രധാനപ്പെട്ട ക്രാഷുകൾ, ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെ? ഇപ്പോൾ 1977 ടെനറിഫ് ക്രാഷ് ഭയങ്കര ഡെഡ്ലി ആയിരുന്നു. 580ഓളം ആൾക്കാർ മരിച്ചു. റൺവേയിൽ 2 വിമാനങ്ങൾ ബോയിങ് 737 വിമാനങ്ങൾ കൂട്ടിമുട്ടി, കൊലൈഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു റൺവേയിൽ. അപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. അതേപോലെ തന്നെ 1985 ജാപ്പനീസ് എയർലൈൻസിൻ്റെ വിമാനവും സ്ട്രക്ചറൽ ഫെയിലിയർ കാരണം മരിച്ചു. 540ഓളം ആൾക്കാർ മരിച്ചു. 500 കണക്കിന് ആൾക്കാർ മരിക്കുന്നത് അവിടെയാണ്. അതിനുശേഷം വളരെ ഡെഡ്ലി ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രാഷ് എന്ന് പറയുന്നത് 1996 ഡൽഹി ചർക്കി ദാദ്രി എന്ന് പറയുന്ന ഒരു പ്രധാന ക്രാഷാണ്. കാരണം ഡൽഹി ഹരിയാന ബോർഡറിലൊരു സ്ഥലമാണ്. അതിൻ്റെ മിഡ് എയറിൽ ആകാശത്ത് വെച്ച് ഒരു സൗദി അറേബ്യൻ എയർലൈനും കസാക്കിസ്ഥാൻ ഇല്യൂഷൻ എയർലൈനും തമ്മിൽ കൂട്ടിമുട്ടി. മിഡ് എയർ കൊലീഷൻ, ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ മിഡ് എയർ കൊലീഷൻ അതാണ്. നമ്മൾ 2 കാറുകൾ റോഡിൽ കൂട്ടിമുട്ടിയെന്ന് പറയുന്ന പോലെ 2 വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിമുട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി മിസ്കമ്മ്യൂണിക്കേഷനും ഇങ്ങനത്തെ കുറേ പ്രോപ്പറായിട്ടുള്ള മിസ്ഗൈഡൻസും കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് വലിയൊരു ക്രാഷിന് ശേഷം ഇന്ത്യ വലിയൊരു തീരുമാനമെടുത്തു. ദേ സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് ആസ് TCAS എന്ന് പറയും, നമ്മൾ TCAS എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിഡ് എയർ കൊലിഷൻ. ഇങ്ങനത്തെ കൊലിഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം ഇന്ത്യ നടപ്പിലാക്കി. പിന്നീട് ലോകരാജ്യങ്ങൾ അത് ഏറ്റെടുത്തു. സോ ഈ TCAS എന്ന് പറയുമ്പോൾ പലപ്പോഴും പൈലറ്റ്സ് ഒക്കെ യൂണിവേഴ്സലി പറയുന്ന സംഭവമുണ്ട്. യു ഹാവ് എ TCAS അലേർട്ട്. We have a TCAS alert at 20,000 feet. Maintain vertical speed as per the TCAS guidance. We have a TCAS RA, ഒരു റെസൊല്യൂഷൻ അഡ്വൈസറി ഉണ്ട്. ഇങ്ങനത്തെ വാർത്തകൾ വരുന്ന TCAS എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു, ഇന്ത്യ കൊണ്ടുവന്നു ചർക്കി ദാദ്രിക്ക് ശേഷം. പിന്നീട് ടർക്കിഷ് എയർലൈൻസ് കാർഗോ മിഡ് എയറിൽ വെച്ചിട്ട് കാർഗോ ഡോർ തുറന്ന് പൊട്ടിത്തെറിച്ചു. ഇങ്ങനത്തെ പിന്നെ നമ്മുടെ 2010 മംഗലാപുരം എയർപോർട്ടിൽ, മാംഗ്ലൂർ എയർപോർട്ടിൽ, ടേബിൾ ടോപ്പ് എയർപോർട്ടിലൂടെ പ്ലെയിൻ താഴേക്ക് വീണ് ക്രാഷായിപ്പോയി. ഒരു മലേഷ്യൻ പ്ലെയിൻ കാണാൻ തന്നെ ഇല്ല, അത് മിസ്റ്റീരിയസ്ലി എവിടെയോ പോയി. ഇതൊക്കെ ലോകത്തെ ഞെട്ടിച്ച പല വിമാന അപകടങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പരാമർശിച്ചത്. ഇതിനകത്തു നിന്നും ഓരോ ക്രാഷ് കഴിയുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ കൊണ്ടുവന്നു. നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ശരിക്കും പക്ഷികൾക്കൊക്കെ ഒരു എയർക്രാഫ്റ്റിനെ വന്നിടിച്ച്
അത് മൊത്തം ക്രാഷ് ചെയ്യിപ്പിക്കാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ടോ? ബേർഡ് ഹിറ്റ്സിൻ്റെ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത് 2014 മുതൽ 2021 വരെ 2.25 ലക്ഷം ബേർഡ് ഹിറ്റ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലും രസകരമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ 20% ബേർഡ് ഹിറ്റ്സ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ബാക്കി 80% എവിടെ പോയി എന്നുള്ളത് നമുക്കിപ്പോഴും കാൽക്കുലേറ്റഡ് അല്ല. അപ്പോൾ ശരിക്കും ഈ ബേർഡ് ഹിറ്റ്സ് നടക്കുന്നത് നമ്മളത് ഏത് തരം പ്ലെയിനോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ജെറ്റ് എയർലൈനേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാങ് ഗ്ലൈഡ് ചെയ്യുന്ന ആൾക്കാരോ, ബിസിനസ് ജെറ്റ്സോ അല്ലെങ്കിൽ ടർബോ പ്രോപ്സോ, എന്ത് തരം പ്ലെയിനോ ആയിക്കോട്ടെ, ഇത് കൂടുതലും 70% ബേർഡ് ഹിറ്റ്, ബേർഡുകൾ അല്ലെങ്കിൽ പക്ഷികൾ വന്ന് ഹിറ്റ് ചെയ്യുന്നു പറയുന്നത് ഒരു 500 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 150 മീറ്റർ, പലപ്പോഴും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തോ ക്ലൈംബ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യുന്ന ലാൻഡിങ് ഫേസസിലാണ് കൂടുതലും ഇത് വന്ന് അടിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ കൂടുതലും അറ്റാക്കുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രാഷുകളും ഇവിടെയാണ് നടക്കുന്നത്. മൊത്തം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു വലിയൊരു സ്റ്റഡി അനുസരിച്ചിട്ട് 90% ബേർഡ് ഹിറ്റ്സുകളും പക്ഷികൾ വന്ന് എയർക്രാഫ്റ്റിൽ ഇടിക്കുമ്പോഴും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നെങ്കിലും 10% ഫേറ്റൽ ഹിറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫേറ്റൽ, ഭയങ്കര ഹിറ്റായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കൊറിയയിൽ തന്നെ പറയുന്നുണ്ട്, ഈ എയർപോർട്ട്സും പ്ലെയിനുകളെല്ലാം ഈ പക്ഷികളുടെ പറക്കുന്ന, അവർക്കും ഒരു ഫ്ലൈറ്റ് റൂട്ട് ഉണ്ടല്ലോ, പക്ഷികൾ പറക്കുന്നതും ഈ മൈഗ്രേറ്ററി ബേർഡ്സ് എന്നൊക്കെ പറയുന്ന ബേർഡ്സ് ഉണ്ട്, അവരിങ്ങനെ ലോകം മൊത്തം പറന്ന് നടക്കുകയല്ലേ, അവരുടെ ഫ്ലൈറ്റ് പാത്തിലൂടെ ഫ്ലൈറ്റുകൾ ക്രോസ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. ഇപ്പോൾ കൊറിയയിൽ തന്നെ മുവാൻ എയർപോർട്ട് ഉണ്ട്, അതൊരു മൈഗ്രേറ്ററി പാത്താണ്, അതിലൂടെയാണ് പക്ഷികൾ പറക്കുന്നത്. അപ്പോൾ ആ പാത്തിലൂടെ പോകുമ്പോൾ ബേർഡ് ഹിറ്റ്സ് വളരെ കൂടുതലാണ്. പിന്നെ പ്രധാനമായിട്ടും ഓട്ടം സീസൺ, ജൂലൈ ഒക്ടോബർ സമയത്ത് പക്ഷികളുടെ മാക്സിമം സീസണാണ്, ഏറ്റവും കൂടുതൽ പക്ഷികൾ പറന്നു പോകുന്ന പാത്താണ്. അപ്പോൾ അതിലൂടെ പ്ലെയിനുകളും പറക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മിഡ് എയർ കൊലിഷൻ പറയുന്ന പോലത്തെ ഒരു കൊലിഷൻ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടും ഗീസ്, വൾച്ചർ, പെലിക്കൻ, സ്വാൻ, 8 മുതൽ 15 കിലോ ഭാരമുള്ള ബേർഡുകൾ ഹിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത്. കാരണം അവർക്ക് കൈനറ്റിക് എനർജി മാക്സിമമാണ്. ചെറിയ കിളികൾ പറക്കുന്ന പോലെ അല്ലല്ലോ, വലിയ ബേർഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതാണ്, ബിഗ് ബേർഡ്സ് ഇസ് ഈക്വൽ ടു മാക്സിമം ഡിസ്ട്രാക്ഷൻ. ബേർഡിൻ്റെ മാസ് സൈസ് കൂടുന്നതനുസരിച്ച് 15 കിലോ, കാരണം ഈ ഭാരമേറിയ പക്ഷി ഭയങ്കര സ്പീഡിൽ പറന്നു പോകുന്ന എയർലൈനെയാണ് ക്രോസ് ചെയ്ത് ഇടിക്കുന്നത്. അപ്പോൾ ആ കൈനറ്റിക് എനർജി ഭയങ്കര ഹ്യൂജാണ്. ആ ക്രാഷിലാണ് ഇത് പ്രശ്നം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 100 ഗ്രാം, ഒരു പക്ഷിയുടെ 100 ഗ്രാം കൂടുന്ന അനുസരിച്ചിട്ട് ഫോർ എവറി 100 grams റൈസ് 1.22% ആണ് ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ്. 100 ഗ്രാം കൂടുന്തോറും 1.22% കൂടിക്കൊണ്ടിരിക്കും. ഇത് വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പലപ്പോഴും നമുക്ക് ഫ്ലൈറ്റിന് ഈ എൻജിൻസിനകത്ത് ബേർഡ് പോയി അതിനകത്ത് ആ എൻജിനകത്ത് പോയിട്ട് കറങ്ങി ഈ പക്ഷികളുടെ വെയിറ്റ് കാരണം അതിനകത്തുള്ള ബ്ലേഡുകളെല്ലാം പൊട്ടും, ബ്ലേഡുകളെല്ലാം ഡാമേജായി എൻജിൻ പോവുകയാണ് സംഭവിക്കുന്നത്. അങ്ങനെ പ്രധാനമായിട്ട് ബേർഡ് ഹിറ്റ് കാരണം ഒരു വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിനെ വിളിക്കുന്നതാണ് മിറക്കിൾ ഓൺ ദ ഹഡ്സൺ റിവർ. ഹഡ്സൺ റിവറിലെ മിറക്കിളിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2009 അമേരിക്കയിൽ നിന്നും നമ്മുടെ ഹഡ്സൺ നദിയിൽ ഒരു കൺട്രോൾഡ് വാട്ടർ ലാൻഡിങ് നടത്തി ഇവർ. കാരണം ഇവർ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് 150ഓളം ആൾക്കാരെ ഇതുകൊണ്ടാണ് അവർ പോയി പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ കനേഡിയൻ ഗീസ് എന്ന് പറയുന്ന കുറേ ബേർഡ്സ് വന്ന് ഈ ബേർഡ് ഹിറ്റ് സംഭവിച്ചു. ഇതിൻ്റെ എൻജിൻസിനകത്ത് പോയി ഇതിൻ്റെ ടർബോ ഫാൻസിൻ്റെ പവർ കപ്പാസിറ്റി അടിച്ചു കളഞ്ഞു. പിന്നെ അങ്ങനെ അതിൻ്റെ ടർബോ കപ്പാസിറ്റി പോയി, പവർ ഇല്ലാണ്ടായി, രണ്ടും എൻജിൻസും കംപ്ലീറ്റ്ലി ഫെയിലിയറായി. വേറെ വഴിയൊന്നുമില്ല, ക്രാഷാണുള്ള വഴി. അവിടെയാണ് ഇതിൻ്റെ മിറാക്കിൾ ഓഫ് ഹഡ്സൺ റിവറിലെ പൈലറ്റുകൾ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ചെസ്ലി സല്ലൻബർഗർ എന്ന് പറയുന്നതും ഫസ്റ്റ് ഓഫീസർ ജെഫ്രി സ്കൈൽസും കൂടെ വേറെ ഓപ്ഷനൊന്നുമില്ല, അടുത്ത നദിയാണ് കാണുന്നത്, നദിയിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഒരു കൺട്രോൾഡ് ലാൻഡിങ് നദിയിൽ നടത്തി ലാൻഡ് ചെയ്ത് ആർക്കും ഒരു അപകടവും വരാതെ പതുക്കെ വെള്ളത്തിൽ നിന്ന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് പിന്നെ പ്ലെയിൻ താഴെ പോയി. അപ്പോൾ ഇതാണ് മിറാക്കിൾ ഓൺ ദ ഹഡ്സൺ റിവർ എന്ന് പറയുന്നത്. ഇതും ഒരു ബേർഡ് ഹിറ്റ് കാരണം വന്ന ഒരു സംഭവമാണ്. പ്രധാനമായും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതൊരു വലിയ ഡിസ്കഷൻ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകാം. പ്രധാനമായും നമ്മൾ ഏതൊരു ബിസിനസ്സിലും ഏതൊരു ഓർഗനൈസേഷനിലും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോസ്റ്റ് കട്ടിങ്. കോസ്റ്റ് കുറയ്ക്കുക.
അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ചീപ്പർ മെറ്റീരിയലും ലോ ക്വാളിറ്റി സംഭവങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും പൈസ ലാഭിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ മോശമായിരിക്കും, ക്വാളിറ്റി കുറയും. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിലും പ്ലെയിനിലും അത് ഉപയോഗിച്ചാൽ ക്രാഷ് ഉറപ്പല്ലേ. അപ്പോൾ ഇത് എൻ്റെ എക്സാജറേഷൻ അല്ല, ഞാൻ കഥ പോലെ പറയുന്നത് മാത്രമല്ല, ശരിക്കും പറയുന്ന. ഇപ്പോൾ പണ്ട് കാലത്ത് 1990 മുതൽ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ തന്നെ, ക്യാപ്റ്റൻ ദേവി പൈലറ്റ്സിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല, പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്തു എന്ന് വളരെ ഉറക്കെ ഓപ്പണായിട്ട് വിളിച്ചു പറഞ്ഞതാണ്. അതേപോലെ ബോയിങ്ങിൽ വർക്ക് ചെയ്ത പഴയ സ്റ്റാഫ്സ്, ജോൺ ബാർനെറ്റ്, എഡ് പിയേഴ്സൺ, ഇവരെല്ലാം നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരിവിടുത്തെ പ്രധാന കാര്യങ്ങളെല്ലാം പുറത്ത് എക്സ്പോസ് ചെയ്യുകയാണ്. അതിൽ കോസ്റ്റ് കട്ടിങ്ങിൽ ചെയ്തിരുന്ന പ്രധാന സംഭവങ്ങൾ പറയുന്നത് ലോ ക്വാളിറ്റി പാർട്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്ര ദിവസം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ട എയർക്രാഫ്റ്റുകളും പ്ലെയിനുകളും പെട്ടെന്ന് ഡെലിവറി കൊടുക്കണം. കാരണം പെട്ടെന്ന് ഡെലിവറി കൊടുത്താലേ കൂടുതൽ പൈസ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു മിനിമം സമയമുണ്ട്. അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിന് മുന്നേ പ്ലെയിനുകളെല്ലാം നിർമ്മിച്ച് വേഗം പെട്ടെന്ന് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ മെറ്റൽ ഷേവിങ്സ്. ഈ മെറ്റൽ ഷേവിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വയേഴ്സായിട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറി, ഷോർട്ട് സർക്യൂട്ട് വരെ വിമാനത്തിൽ സംഭവിക്കാം. സോ യു നോ ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഈ ഡ്രില്ല് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ മെറ്റലിൻ്റെ ചില പീസുകളൊക്കെ അവിടെ പോയി കിടക്കും. ഇത് ഈ വയേഴ്സിൻ്റെ കൂടെ എങ്ങാനും ഇത് ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് വരും, പൊട്ടിത്തെറിക്കാം. അപ്പോൾ പല ബോയിങ് ഫ്ലൈറ്റിലും ഈ മെറ്റൽ ഷേവിങ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പല ബോയിങ് ഫ്ലൈറ്റ്സിലും ഓക്സിജൻ മാസ്കുകൾ ഡിഫോംഡ് ആണ്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ക്രാഷ് വരുമ്പോഴാണ് ഓക്സിജൻ മാസ്കുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം ബോയിങ്ങിലെ സ്റ്റാഫ് തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അലോഹ എയർക്രാഫ്റ്റ് 1988 കണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീകംപ്രഷൻ വന്ന് അതിൻ്റെ ഫ്യൂസലേജ് ടാങ്ക് റൂഫ് പൊട്ടിത്തെറിച്ചു. 10-18 ഫീറ്റ് വരുന്ന റൂഫ് പൊട്ടിത്തെറിച്ചു, തുറന്നുപോയി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നീട് ഇത് പ്രശ്നം സോൾവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫോൾട്ടി പാർട്സ് ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടി മാത്രം ക്രാഷുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടാണ്. അപ്പോൾ ഇത് പ്രധാന കാര്യം. രണ്ടാമത്തെ ചർച്ച ചെയ്യപ്പെടുന്നത് എയർക്രാഫ്റ്റിൻ്റെ പ്രായം കൂടുന്തോറും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുന്ന പോലെ ചില എയർക്രാഫ്റ്റ്സൊക്കെ 30 വർഷമായിട്ടും ടോപ്പ് നോച്ച് ഫ്ലൈങ്ങിൽ പോകുന്ന എയർക്രാഫ്റ്റ്സ് ഉണ്ട്. കൂടുതലും കാർഗോ വിമാനങ്ങളാണ്. 30 വർഷമൊക്കെ കഴിഞ്ഞ് വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഇൻ ദാറ്റ്. ചില എയർക്രാഫ്റ്റുകൾ 10 വർഷം വരെ നല്ലോണം പോവും. ഈ അടുത്ത് തന്നെ ഒരുപാട് പുതിയ എയർക്രാഫ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് പല എയർക്രാഫ്റ്റുകളും. ഇപ്പോൾ എയർ ഇന്ത്യയുടെ പല എയർക്രാഫ്റ്റുകളും പല ആൾക്കാരും ഇത് ലോ ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പാർട്സ് AC വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നതും ഒരു പാർട്സും എയർക്രാഫ്റ്റിൻ്റെ ഏജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രായം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ടത്ര സെക്യൂരിറ്റി ചെക്കുകൾ കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പലപ്പോഴും കൊടുക്കുന്നില്ല. അപ്പോൾ ഏജ് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ക്രാഷുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാന ഒരു ആസ്പെക്റ്റാണ് പൈലറ്റ്സിൻ്റെ റെസ്റ്റ്. പൈലറ്റ്സിൻ്റെ മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം ഇത്രയും 500, 600 അല്ലെങ്കിൽ 400, 300 ആൾക്കാരെ ഒരേ സമയം കൊണ്ടുപോകുന്ന 2 പൈലറ്റ്സിനെ അവരുടെ മൈൻഡ് സെറ്റ് ഇസ് വെരി വെരി ക്രിട്ടിക്കൽ. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ പറയുന്നത് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, എത്യോപ്യയിലെ പൈലറ്റ്സ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കോൾഗൻ എയർ ക്രാഷിൽ പൈലറ്റ്സിന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റാത്തത് പൈലറ്റ് ഫാറ്റീഗ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കാരണം പൈലറ്റ്സിൻ്റെ റെസ്റ്റ് ടൈം 36 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറാക്കി. FDTL ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്ന പൈലറ്റ്സിൻ്റെ ടൈം ലിമിറ്റേഷൻ നിർണ്ണയിക്കുന്നത് റെസ്റ്റ് ടൈം കൂട്ടി. അതേപോലെ തന്നെ മൊത്തം ഒരു വീക്കിൽ 168 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ മതി എന്നൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അതേപോലെ മിഡ് നൈറ്റ് ഫ്ലൈറ്റ്, അതായത് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഡെഫിനിഷൻ മാറ്റിയവർ, അതായത് മിഡ് നൈറ്റ് ടു 5 എന്നുള്ളത് മിഡ് നൈറ്റ് ടു 6 വരെ ആക്കി. ഇത്ര മണിക്കൂർ 10 മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടിക്ക് പകരം 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ രാത്രി നൈറ്റ് ലാൻഡിങ്സ് 6 എണ്ണത്തിന് പകരം 2 എണ്ണം ചെയ്താൽ മതി. ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ പൈലറ്റ്സിൻ്റെ ഫാറ്റീഗ് ഒഴിവാക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ എയർലൈൻ കമ്പനികൾ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ ഉൾപ്പെടെ വലിയ കമ്പനികളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കുന്ന വെച്ചാൽ ഇതിപ്പോൾ കൊണ്ടുവരരുത്. കാരണം ഇത് കൊണ്ടുവന്നാൽ ഇവർക്ക് ഇത്രയും റെസ്റ്റ് ടൈം വരുമ്പോൾ കൂടുതൽ പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്പനിക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ കമ്പനി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പൈസ എല്ലാം പാസഞ്ചേഴ്സിൻ്റെ ഫ്ലൈറ്റ് ചാർജിൽ കയറ്റും, ബില്ലിൽ കയറ്റും. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കോസ്റ്റ് കൂടും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി DGCA
ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇതും കൂടാണ്, ഓഫീസും കൂടാണ്. ഇവരായിട്ട് വലിയൊരു ചർച്ച, ടഗ് ഓഫ് വാർ, ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വടം വലിച്ചു കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാധാരണക്കാരനായ ആൾക്കാർ, ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. പിന്നെ പൈലറ്റ്സിൻ്റെ ഫാറ്റീഗിൻ്റെ കാരണം സംഭവിക്കുന്നത് എയർ ഫ്രാൻസിൻ്റെ ക്രാഷിനെ കുറിച്ച് പറയുന്നുണ്ട്. എയർ ഫ്രാൻസ് ക്രാഷിൽ പ്രധാന കാര്യം പൈലറ്റ്സ് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ പോയെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്ത് പറന്നു. അവർ ഓട്ടോമേറ്റഡ് ആയിട്ട് ഓട്ടോ പൈലറ്റിൽ ഓടിച്ചപ്പോൾ ശ്രദ്ധ വിട്ടുപോയി, അങ്ങനെ ക്രാഷ് ചെയ്താണ് എയർ ഫ്രാൻസിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ പൈലറ്റ്സിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെയും പൈലറ്റിന് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അവർ മെൻ്റലി ഫിറ്റ് ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നീട് പ്രധാനമായിട്ടും എയർ ട്രാഫിക് കൺട്രോൾ, ATC, നമ്മളൊരു എയർപോർട്ടിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയൊരു ടവർ കണ്ടിട്ടുണ്ടാവും, എയർ ട്രാഫിക് കൺട്രോൾ. അവിടെ നിന്നാണ് കംപ്ലീറ്റ് നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷനൊക്കെ പോകുന്നത്. ഈ പല എയർ ട്രാഫിക് കൺട്രോൾസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് പൈലറ്റ്സിന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. മിഡ് എയർ ക്രാഷൊക്കെ ഉണ്ടായി. നമുക്കിപ്പോൾ ചർക്കി ദാദ്രിയൊക്കെ പോലെ തന്നെ. അതിനുശേഷം നമ്മൾ TCAS പോലത്തെ സംഭവങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും എയർ ട്രാഫിക് കൺട്രോൾസും നന്നായിട്ട് പ്രവർത്തിക്കണം. അവിടെ വരുന്നൊരു ഫോൾട്ടുകളും പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൻ്റെ റൺവേ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾ, കറക്റ്റായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ മാംഗ്ലൂരിൽ ടേബിൾ ടോപ്പ് വഴിയാണ് നേരെ പോയി താഴേക്ക് വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ റൺവേ ഇൻഫ്രാസ്ട്രക്ചർ കാരണവും ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, മെക്കാനിക്കൽ ആൻഡ് ടെക്നിക്കൽ ഫോൾട്ട് കാരണം ഒരു 10-20% ക്രാഷിൻ്റെയും കാരണം മെക്കാനിക്കൽ ആൻഡ് ടെക്നിക്കൽ ഫോൾട്ടാണ്. ബാക്കി പലപ്പോഴും റഫ് വെതറാണ്, നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അറ്റ്മോസ്ഫിയറും ഇവിടെയുള്ള വെതർ കണ്ടീഷൻസ് നമ്മുടെ കയ്യിലുള്ളതല്ല. അത് കാരണവും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതൊന്നും അല്ലാണ്ട് പലപ്പോഴും എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസിലും നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യുന്നു, പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യും. പലപ്പോഴും ഒരു എയർക്രാഫ്റ്റിന് പറയുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ TCAS പോലത്തെ ടെക്നോളജി ഉണ്ട്, അഡ്വാൻസ്ഡ് ഫ്ലൈയിങ് സിസ്റ്റം ഉണ്ട്, കോക്പിറ്റ് ടെക്നോളജി, ഏവിയോണിക്സ്, അങ്ങനത്തെ ലേറ്റസ്റ്റുള്ള എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട്. പക്ഷേ ഒരു എയർക്രാഫ്റ്റിന് വേണ്ടി പറയുന്ന ചെക്കുകളുടെ പേരാണ് ചെക്ക് A, ചെക്ക് B, ചെക്ക് C, ചെക്ക് D ഒക്കെ ചെയ്യണം. ഇപ്പോൾ ചെക്ക് A എന്ന് പറയുമ്പോൾ 2-3 ദിവസങ്ങളിൽ കൂടുമ്പോൾ ഇത്ര മണിക്കൂർ ഫ്ലൈ ചെയ്ത് 100 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബേസിക്കലി അതിൻ്റെ ഹൈഡ്രോളിക് ഓയിൽ, ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെക്ക് B എന്ന് പറയുന്നത് 3-4 മാസമൊക്കെ കൂടുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 600 ഫ്ലൈയിങ് അവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ അത് കൂടുതൽ ഇൻസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ചെക്ക് C എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6000 ഫ്ലൈയിങ് അവേഴ്സ് വരെയൊക്കെ പോവാം. 18 മുതൽ 24 മാസം കൂടുമ്പോൾ എയർക്രാഫ്റ്റ് നന്നായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് D എന്ന് പറയുന്നത് ഒരു 25,000 ഫ്ലൈയിങ് അവറൊക്കെ ആകുമ്പോൾ ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ എയർക്രാഫ്റ്റ് ചെക്ക് ചെയ്യണം, ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്യണം, റീപെയിൻറ്റ് ചെയ്യണം, ഓരോ പാർട്ട് ബൈ പാർട്ട് ഇൻസ്പെക്ട് ചെയ്യണം എന്നൊക്കെയുണ്ട്. പക്ഷേ പല കമ്പനികളും അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയും ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണുന്നതുകൊണ്ടും കെയർലെസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഈ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഫ്ലൈറ്റ് ക്രാഷിൻ്റെ ഒരു പ്രധാന കാരണങ്ങളാണ്. ഇതെല്ലാം ഇൻ്റർനാഷണലി ഗ്ലോബൽ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിലെല്ലാം ഇന്ത്യയുടെ റോൾ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമ്മൾ ഏവിയേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഗ്ലോബൽ ഓഡിറ്റ് നടത്തുമ്പോൾ ICAO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരാണ് ഇൻ്റർനാഷണലി ഏവിയേഷൻ ഫ്ലൈയിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈയിങ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന സ്കോർ 85%. അപ്പോൾ പല രാജ്യങ്ങളെക്കാട്ടും ഒത്തിരി മുന്നിലാണ് ഇന്ത്യ നിൽക്കുന്നത്. 85 ആണ് ഇന്ത്യയുടെ റാങ്ക് സ്കോർ കിടക്കുന്നത് ഫ്ലൈയിങ് ഓഡിറ്റിൽ, ഗ്ലോബൽ ഓഡിറ്റിൽ. ഒരുപാട് കാര്യങ്ങളിൽ പൈലറ്റ് മാനേജ്മെൻറ്റും എയർക്രാഫ്റ്റ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ റൺവേ ക്ലിയറൻസ്, അങ്ങനത്തെ ഒത്തിരി എയർക്രാഫ്റ്റായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാരാമീറ്റേഴ്സിൽ ഇന്ത്യ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഓഡിറ്റിൽ പുറത്തു വന്നതാണ് എയർ വർത്തിനെസ്, എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിലാണൊക്കെയാണ് മാർക്കറ്റ് പോകുന്നത് ഇങ്ങനെ. അപ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, എയർ വർത്തിനെസ്സിലൊക്കെ 94%, 93%. മൊത്തത്തിൽ ലോകത്തെ 50 ടോപ്പ് 50 രാജ്യങ്ങളിൽ ബെസ്റ്റായിട്ട് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യ ഉണ്ട്. ഇതൊരു വലിയ സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റേണ്ടത്. അതേപോലെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു റേറ്റിംഗ് ഏജൻസി ഉണ്ട്, FAA എന്ന് പറയുന്നത്. അവർ പല കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 എന്ന് പറയുന്നത് അത്രയും മെറ്റിക്കുലസ് ആയിട്ട് പറക്കുന്ന, ഒരു പ്രശ്നവും കൂടാണ്ട് ബെസ്റ്റ് വേയിൽ പറക്കുന്ന കാറ്റഗറിയാണത്, കാറ്റഗറി 1. ഇന്ത്യ കാറ്റഗറി 1-ലാണ് ഫ്ലൈയിങ് കാറ്റഗറിയിൽ അമേരിക്കയുടെ ഈ FAA റേറ്റിംഗ് വെച്ചിട്ട്. സോ ഇന്ത്യയിൽ എയർക്രാഫ്റ്റിന് മച്ച് ബെറ്ററാണ് മറ്റ് രാജ്യങ്ങളെക്കാട്ടും. പക്ഷേ എന്നിട്ടും
എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് അഹമ്മദാബാദ് ക്രാഷ് ഒക്കെ കാണിക്കുന്നത് ബേർഡ് ഹിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. 2 എഞ്ചിനും ഓഫായിപ്പോയി. ഒരു പ്ലെയിൻ ഒരു എഞ്ചിൻ മതി, ഒരു എഞ്ചിൻ ഫെയിലർ ആയാലും ഒരു എഞ്ചിനിൽ നമുക്ക് ലാൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും എത്താൻ പറ്റും. പക്ഷേ 2 എഞ്ചിനും ഇമ്മീഡിയറ്റ്ലി തകർന്നു പോകുമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി DGCA സ്പെഷ്യൽ കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ ഇതും നമ്മുടെ ഒരു ഗ്ലോബൽ ഓഡിറ്റിലും ഇന്ത്യ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രസകരമായിട്ട് തോന്നിയത്, രസകരം എന്ന് പറയുന്നതിനെക്കാട്ടും വളരെ ഹാർട്ട് ടച്ചിങ്, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സംഭവം, ഈ പ്ലെയിൻ ക്രാഷൊക്കെ നടന്നു കഴിയുമ്പോൾ ഇത് സർവൈവ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമുക്കും എയർ ഇന്ത്യ ഫ്ലൈറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ സർവൈവ് ചെയ്തു, അല്ലെങ്കിൽ ചില ഫ്ലൈറ്റിൽ 2 പേര് സർവൈവ് ചെയ്യുന്നുള്ളതും ഒരു തരത്തിൽ ഇനി വരും ജീവിതത്തിൽ വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം കൂടെയാണ്. ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 കുട്ടികളുടെ വാർത്ത എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അതിജീവിച്ച ആൾക്കാരുടെ കഥ അതൊരു പാഠം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന അവരാണല്ലോ കൂടുതലും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 14 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ബഹിയ ബക്രി എന്ന് പറയുന്നത്. യമനിയ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തതിന് ശേഷം 13 മണിക്കൂർ വെള്ളത്തിൽ ആ പൊട്ടിയ പാർട്സിൽ പിടിച്ചു തൂങ്ങി നിന്നാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അതേപോലെ 4 വയസ്സുകാരിയായിട്ടുള്ള യമനിയ പ്ലെയിൻ ക്രാഷ് 2009-ലും 1987-ലെ ഡെട്രോയിറ്റ് പ്ലെയിൻ ക്രാഷിൽ സിസീലിയ സിക്കൻ എന്ന് പറയുന്ന 4 വയസ്സായ കുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ക്രാഫ്റ്റ് അതിജീവിച്ചത്. അപ്പോൾ ഇവരുടെയൊക്കെ കഥകൾ, ക്രാഷ് അതിജീവിച്ച ആൾക്കാരുടെ കഥകൾ എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവും. സോ ഇവരാണ് ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനൊരിക്കലും പ്ലെയിൻ യാത്ര നിർത്തിവെക്കുന്നൊന്നുമില്ല. പ്ലെയിൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആകാശയാത്ര, ഒരു വിമാനയാത്രയൊക്കെ ഫ്ലൈയിങ് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ രീതിയിൽ സേഫാണ്. ഇത്ര ബില്യൺ മൈൽസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. പക്ഷേ വരും കാലങ്ങളിൽ ഈ സെക്യൂരിറ്റി ആസ്പെക്റ്റുകളും പൈലറ്റ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ സ്ക്രൂട്ടിനിയിൽ തന്നെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്കലി പറയാൻ സാധിക്കും, ഒരു ജെറ്റിൽ 35,000 അടി ഫീറ്റിൽ ആകാശത്ത് പറക്കുന്നത് ഇന്ത്യൻ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടും 100 മടങ്ങ് ബെറ്റർ ആണെന്നാണ് തിയറി പറയുന്നത്.